എല്ലാവർക്കും എൻജോയ് ചെയ്ത് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് അപ്ലോഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ബ്രാഞ്ചുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്രാഞ്ചുകൾ നമ്മൾ കുറേ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ ബ്രാഞ്ചുകൾ നിങ്ങൾ കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും ഇതിന് യാതൊരുവിധ ഫെർട്ടിലൈസറുകളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ നന്നായി പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിൽ ഇലകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ചിലതിലൊക്കെ നന്നായി ഇല വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ സ്പ്രോട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഇതിന് നല്ല ബ്രാഞ്ചിങ്ങും നല്ല ഫ്ലവറിങ്ങും ഒക്കെ കിട്ടാനായിട്ട് നമുക്കിതിന് ഫെർട്ടിലൈസറുകൾ കൊടുക്കണം. കുറേ പേര് ആഴ്ചയിൽ ഓരോ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കും. നമ്മളങ്ങനെ ചെയ്യാറില്ല. പ്ലാന്റിന് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത്. ഇപ്പോൾ നമുക്ക് ഈ പ്ലാന്റിന് നമ്മൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ വരണം. ബ്രാഞ്ചുകൾ വരാനായിട്ട് നല്ല നൈട്രജനും നല്ല കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. നല്ല റിച്ച് പ്രോട്ടീൻസ് നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് ഒരു നല്ല ബ്രാഞ്ചുകളൊക്കെ നല്ല ഇലകളൊക്കെ വന്ന് നല്ല ബ്രാഞ്ചിങ് ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇതിന് ഫ്ലവറിങ് സ്റ്റേജിനുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുക. എല്ലാവരും ആഴ്ചയിൽ ഫെർട്ടിലൈസറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും. അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകും, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവർക്കൊക്കെ ഒരു മിനിമലായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ മതി. ഇവർ അല്ലാതെ തന്നെ അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ഇവരുടെ ഒരു ലീനേജ് അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു DNA ഇവരുടെ വളർച്ചയും ഇവരുടെ ഫ്ലവറിങ്ങും എല്ലാതും ഈ ഒരു ഇവരുടെ ഈ കോഡക്സിലും ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ മരുന്നുകളൊന്നും ഇൻഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. എന്നാൽ ആവശ്യത്തിനുള്ളത് നമ്മൾ കൊടുക്കും വേണം. വളർച്ചയ്ക്കുള്ളത് കൊടുക്കണം, ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കണം. പിന്നെ എല്ലാറ്റിനും ഓരോ സമയങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രൂണിങ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഡോർമൻസി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ പ്രൂൺ ചെയ്തപ്പോൾ രണ്ടാമത് നല്ല വെയിലും കാലാവസ്ഥയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ രണ്ടാമത് ഇലകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇനി ഇത് ഇലകൾ വന്ന് ഇനി അടുത്തത് പറഞ്ഞാൽ ഒരു ഫ്ലവറിങ് ആണ്. ഈ പ്ലാന്റിനെ സംബന്ധിച്ച് ഇത് ഇലകൾ വരാനായിട്ട് ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 6-7 മാസം മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സംഭവം. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ ബ്രാഞ്ചിങ് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഇലകളൊക്കെ വന്നു. ഇനി നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. ഇതിപ്പോൾ അടുത്തൊരു മാസം കൊണ്ട് ഫ്ലവറിങ്ങിനുള്ള ചാൻസ് ഉണ്ട് ഈ പ്ലാന്റ്. അപ്പോൾ നമുക്ക് അതിന് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കും. ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇനി ഒത്തിരി ബ്രാഞ്ചുകൾ വരണം. അതിന് ശേഷമാണ് നമുക്കിത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ ബ്രാഞ്ചുകൾ വരാനോ ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറുകൾ നമുക്ക് ഈ പ്ലാന്റ് ഇതിനും അതുപോലൊക്കെ തന്നെയാണ്. ഇതിനൊക്കെ ബ്രാഞ്ചുകൾ വരാനായിട്ട് സ്പോട്ടിങ്ങിന് ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ ഫെർട്ടിലൈസറുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അധികം വലിയ ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ കെമിക്കലായിട്ടുള്ളതൊന്നും നമ്മൾ അധികം ചേർക്കണില്ല. തീരെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത്രയും നമുക്ക് തോന്നുകയാണ് അത് തീരെ ഫ്ലവറിങ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ വളർച്ചയില്ല. അത്രയും ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. അല്ലാത്ത നമ്മൾ നോർമലി നമുക്ക് കിട്ടുന്ന നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസറുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. കത്തി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? സോറിട്ടാ, നമ്മളത് ശ്രദ്ധിച്ചില്ല. നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ പ്ലാന്റുകൾ നല്ല വളർച്ച എത്താനായിട്ട് നമുക്ക് വേണ്ടുന്ന ഫെർട്ടിലൈസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധാരണ നമ്മൾ എല്ലാ ചെടികൾക്കും നമ്മൾ അടിയിലും ചെടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫെർട്ടിലൈസറുകൾ തന്നെയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ലീഫ് കമ്പോസ്റ്റ് എന്ന് പറയും. നമ്മളെ ലീഫ് മോൾഡ്, അതായത് നല്ല കരിയില ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള കമ്പോസ്റ്റ്. കൂടുതൽ നൈട്രജൻ കണ്ടന്റും അത്യാവശ്യം വളർച്ചയ്ക്കുള്ള പ്ലാന്റിന് നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഈ ലീഫ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ലീഫ് മോൾഡ്. പിന്നെ നമ്മൾ ബോൺ മീൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഫോസ്ഫറസ്, അതുപോലെ കാൽഷ്യം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ട് നമ്മൾ അതുപോലെ എന്തൊക്കെയൊക്കെ എടുക്കുന്നു, മുടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഈ ബോൺ മീലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ നമ്മളെ നാട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചാണകപ്പൊടി. ചാണകപ്പൊടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
നന്നായി ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടി. ഇവിടെ കാരണം 1-2 വർഷം പഴകിയിട്ടുള്ള ചാണകപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനനുസരിച്ച് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ നീംകലി എങ്കിൽ നീം കേക്ക് പൗഡർ, അതായത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി. ഈ 4ആണ് നമ്മളൊരു ഈ ചെടികൾക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഫെർട്ടിലൈസറുകൾ. ഇപ്പം നമ്മൾ ഈ ഒരു മിക്സ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഫംഗിസൈഡും വേണം. ഈ പ്ലാന്റിനെ സംബന്ധിച്ച് ഇതിന്മേൽ നല്ല ബ്രാഞ്ചിങ്ങും നല്ല ഇതിനൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 ഐറ്റംസ് ആണ് നമ്മൾ ഈ പ്ലാന്റിനും ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാന്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇതിനൊക്കെ ഇനി ഇലകൾ വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കി നമ്മൾ ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വേറെ ഫെർട്ടിലൈസർ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണേറ്റ് മുന്നേ എന്ന് വെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തു. സാധാരണ പോലെ ചാണകപ്പൊടി, എല്ലുപൊടി. ഞാനിപ്പോൾ ഇവിടെ എടുത്തെന്ന് വെച്ചാൽ നമുക്കിവിടെ അത്യാവശ്യം പ്ലാന്റുകളിൽ ഇത് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഫംഗിസൈഡ്, നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഫെർട്ടിലൈസർ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യം ഫ്ലവറിങ്ങും ഇതിൽ നമുക്ക് ലഭിക്കും. ഇത് ഉണ്ടായാലും മതി കേട്ടോ. നമ്മൾ വേറെ ഫെർട്ടിലൈസറൊന്നും ചേർക്കുന്നില്ല ഇതിൽ. എന്നാൽ നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നോർമലി ഒരു അഡീനിയൻ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ മിക്സ്. നമുക്കിനി നമുക്ക് ചെടികളിൽ ഇട്ട് കൊടുക്കാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെടി സെലക്ട് ചെയ്യാം. ഈ ചെടി ആയിക്കോട്ടെ. നമ്മളിതിൻ്റെ മണലിൻ്റെ ഈ ചട്ടിയുടെ സൈഡിൽ നന്നായി ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മൾ സൈഡ് നന്നായി കുത്തി ഇളക്കുക. എല്ലാ അടീനിയൻ ചെടികളും ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവമാണിത്. മുകളിൽ മണ്ണൊന്ന് കുത്തി ഇളക്കിയിട്ട് വേരുകൾക്കൊന്നും അധികം കൊണ്ടുവന്നത്. ഇപ്പോൾ അത് അത്യാവശ്യം വേരുണ്ട്. ഈ പറഞ്ഞ ഫെർട്ടിലൈസർ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കും. 2 പിടി ഇട്ടാൽ മതി. ഇത്രയും വലിയ ചെടിക്ക് നമ്മൾ 2 പിടി ഈ സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിന്ന് എടുത്ത ഒരു മണലും സംഭവം ഇതിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വളം ചുരുങ്ങിയതൊരു 3 to 4 മാസം വരെ നമുക്ക് ഈ ഒരു വളം തന്നെ മതി. പ്ലാന്റിന് അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളും ഫ്ലവറിങ്ങും എല്ലാ സംഭവം ഈ ഒരു വളത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക. ഇത്രയാണ് നമുക്ക് പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്ക് ഈ ഒരു പ്ലാന്റും കൂടി നമ്മൾ അതുപോലെ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം പ്ലാന്റുകൾ ചെയ്യാനുണ്ട്. രാത്രി 9:30-10 മണി വരെ നമുക്ക് ഇതിൻ്റെ പണി കൂടുതൽ. നമ്മളെ പോട്ടി മിക്സ് കണ്ടോ, ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കുന്നു. നമ്മളധികം കൂടെ വെള്ളം കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ. അതേ സെയിം ആ ഒരു പോട്ടി മിക്സ് നമ്മൾ സൈഡിൽ ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഇതിൻ്റെ മീതെ വീണ്ടും കവർ ചെയ്യും. ഇതാണ് നമ്മൾ
നമ്മളെ പ്ലാന്റുകൾ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു ഫെർട്ടിലൈസർ, പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്താ വെച്ചാൽ അതവിടേക്ക് ഇടട്ടോ, നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും ബാക്കി എല്ലാവരും. നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. ഇതൊരു സ്വാളോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലവറിൻ്റെയാണ്. അടിപൊളി ഫ്ലവറിങ് ആണ്. ഇത് ഒരു ഫ്ലവറിങ് മെഷീൻ തന്നെയാണ് ഈ സാധനം. ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചും നിറച്ച് ഫ്ലവർ വരും. ഇതിന് നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടി മിക്സ് റെഡിയാക്കാം. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഉള്ള സംഭവമാണ് ഇത്. നമ്മൾ വാഴപ്പഴം, അതായത് പഴം, ബനാന പീല്, അതായത് പഴത്തിലി ഉണക്കി പൊടിച്ചെടുത്താണ് ഇത്. അതെ, പഴത്തൊലി ഉണക്കി പൊടിച്ചെടുക്കുക. അതുപോലെ നമ്മളെ മുട്ടത്തോടില്ലേ, മുട്ടത്തോട് ഉണക്കി പൊടിച്ചത്, അതൊരു 2 പിടി. ഇത് രണ്ടുമാണ് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ. ചുരുങ്ങിയതൊരു 2-3 ആഴ്ചക്കുള്ളിൽ ഇതിപ്പോൾ ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്ന സാധനമാണ്. ഇത് നല്ല കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും. ഈ പ്ലാന്റിന് നല്ല എന്താ പറയുക, അടിപൊളി ഫ്ലവറിങ് കിട്ടും. ഈ ഒരു സംഭവം, ഈ ഒരൊറ്റ മിക്സ് മതി. നമുക്ക് അതും ഇതേപോലെ തന്നെ ഈ ചട്ടിയുടെ സൈഡിൽ മണ്ണ് നല്ല കുറച്ചുകൊണ്ട് ഇളക്കുക. ഈ ഒരു മിക്സ് കൊണ്ട് ഇട്ട് കൊടുക്കുക. നിറച്ച് ഫ്ലവർ കിട്ടും. നിങ്ങൾക്ക് ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾ മരിക്കും, അറ്റാക്ക് വന്നിട്ട്. ചിലപ്പോട്ടാ ഇല്ല മരിക്കുന്നു ഞാൻ പറയില്ല കേട്ടോ, തമാശ പറഞ്ഞാണ്. അതൊക്കെ ഒരു രസമായിട്ട് കൊടുക്കുക. ഇത് കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ കൊല കുത്തി പൂക്കാന്ന് അറിയില്ലേ. ആൾക്കാർ കൊല കുത്തി പൂക്കുക അല്ലെങ്കിൽ എന്താ, അതിനെ കുറെ ആൾക്കാർ കുറെ രീതിയിലൊക്കെ പറഞ്ഞേക്കാണ്ട്. നമ്മൾ പറയും നമുക്ക് ഫ്ലവറിങ് കിട്ടും അടിപൊളിയായിട്ട്. നമ്മൾ അത്രേ പറയുള്ളൂ. ഇതാണ് നമ്മളെ ഫ്ലവറിങ്ങിനുള്ള ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസർ സംഭവം. ഇത് രണ്ടും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസർ മിക്സ് ആണ് ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണിച്ചത്. ഇതിലും വലിയൊരു ഫെർട്ടിലൈസറുകൾ ഇനി കണ്ടുപിടിക്കാനൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് നമ്മളെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഫ്ലവറിങ്ങും കാര്യങ്ങളും ചെയ്യണത് നമ്മൾ ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മളിത് ചെയ്യാറുണ്ട്. ഇനി കൂടുതൽ നൈട്രജനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ മുന്നും ചെയ്തിട്ടുണ്ട്. നമ്മളെ കറ്റാർവാഴയുടെ ഇല നമ്മൾ വെട്ടി വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കടക്കിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതേ സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ ഈ പഴത്തൊലി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഫ്ലവറിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് ആ ഒരു സ്റ്റെപ്പാണ്. ഇതിപ്പോൾ ഈ ആഴ്ച ഇന്നത്തെ ദിവസം നമ്മൾ ഇതെല്ലാം നമ്മളെ ചെടികൾക്കെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യും ഈ ചെടികളിലൊക്കെ. അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളത് വീണ്ടും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങളുടെ വീടുകളിൽ അടീനിയത്തിന് നിങ്ങൾ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടും. സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളെ പഴത്തൊലി ഉണക്കി പൊടിച്ചത്, മുട്ടത്തോട് വീടുകളിൽ അല്ലെങ്കിൽ നമ്മളെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. എല്ലുപൊടി, അതുപോലെ ചാണകപ്പൊടി, ലീഫ് കമ്പോസ്റ്റിൻ്റെ പൊടി. ലീഫ് കമ്പോസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ലേശം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. ഇതിൽ നിങ്ങൾക്ക് വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചാലും മതി, വേറെ വലിയ സംഭവങ്ങളല്ല. പക്ഷെ എന്താ സംഭവം വെച്ചാൽ ഇത് യഥാസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്ലാന്റുകൾക്ക് യഥാസമയത്ത് ഈ സംഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്
നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ എല്ലാ ആഴ്ചയിലും ഓരോരോ സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചെടിക്ക് എന്താ പറയുക, ഫീഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഫെർട്ടിലൈസറുകൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെടി തന്നെ ചീഞ്ഞു പോകും. ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. നമ്മളെല്ലാ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച അത് കൊടുക്കട്ടെ, ഈ ആഴ്ച. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാ ആഴ്ചയും കൊടുത്തോ. സംഭവം ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് 3 നേരം തരേണ്ട ഭക്ഷണം നിങ്ങൾക്ക് ഒരു നേരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും ഫീല്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രത്യേകത എന്താ? അതാണ് ഇതിലെ പ്രശ്നം. അതേ സെയിം മെത്തേഡ് തന്നെയാണ് പ്ലാന്റുകളുടെ കാര്യത്തിലും. പിന്നെ ഇവർക്ക് നോർമലി സാധാരണ രീതിയിനേക്കാളും കൂടുതൽ ഫെർട്ടിലൈസറുകൾ കൊടുത്താലും ബുദ്ധിമുട്ടാണ്. ചെറിയ രീതിയിലുള്ള ഫെർട്ടിലൈസറുകൾ മതി. അധികമൊന്നും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പ്ലാന്റുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ കൂടുതൽ ചെയ്യുന്നത്. അവർ ഫ്ലവർ ചെയ്യുന്നേ, അവരവരുടെ സമയത്ത് നന്നായി വളർച്ച ഉണ്ടാവും, അവർ ഫ്ലവർ ചെയ്യും. എന്നാൽ ചെറിയ രീതിയിൽ നമ്മളെ ഭാഗത്ത് നിന്ന് ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ പ്ലാന്റുകളൊക്കെ അത് ആവുള്ളൂ. നമ്മളിപ്പോൾ ഇത് മേടിച്ച് വെച്ചു, ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്ന് കഴിഞ്ഞാൽ, ഇതിന് വെള്ളം വേണ്ടാന്നാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുക. അഡീനിയ അല്ലെങ്കിൽ ഡിസൈഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും വെള്ളം വേണ്ട, ആഴ്ചയിൽ ദിവസം കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകില്ലേ? അതേപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അത്യാവശ്യം നമുക്ക് ചെടികൾ ഇപ്പോൾ അടീനിയത്തിൻ്റെ ഒക്കെ വിത്തുകളുണ്ട്, അതുപോലെ തന്നെ അറേബ്യക്കത്തിൻ്റെ ഒക്കെ വിത്തുകളുണ്ട്. അറേബ്യക്കത്തിന് നമ്മളധികം ഇതുപോലുള്ള ഫെർട്ടിലൈസർ, ഇപ്പോൾ ഫ്ലവറിങ്ങിനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പഴത്തൊലിയുടെ ഉണക്കി പൊടിച്ചത്, അതുപോലെ അതിൻ്റെ ലിക്വിഡ്, അതൊക്കെയാണ് നമ്മൾ അറേബ്യക്കത്തിനായാലും നമ്മൾ ചെയ്ത് ഇതാക്കുക. ഇപ്പോൾ നമുക്ക് അറേബ്യക്കൻ ചെടികളൊക്കെ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. കണ്ടില്ലേ, അറേബ്യക്കത്തിൻ്റെ ഫ്ലവർ കണ്ടില്ലേ, അടിപൊളി ഫ്ലവർ അല്ലേ? ഇത് ഗംഭീരം വെറൈറ്റി ആയിട്ടാണ്. RC എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അത്. അപ്പോൾ അറേബ്യക്കത്തിൻ്റെ പ്ലാന്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അഡീനിയം പ്ലാന്റുകൾ അവൈലബിൾ ആണ്. വിത്തുകൾ, അറേബ്യക്കത്തിൻ്റെ വിത്തുകളും അഡീനിയത്തിൻ്റെ വിത്തുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. അപ്പം മറക്കണ്ട, എല്ലാവരും അതുവരെ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും താങ്ക് യു, ബൈ.